ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലവ് സ്പെല്ലാണ്. ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതുവരെ ഞാൻ യൂട്യൂബ് ചാനലിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനർജി ടെക്നിക്കുകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പർ അഥവാ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേനയും, ഇത്രയാണ് വേണ്ടത്. അത് നീല കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഇങ്ക് ഏതായാലും കുഴപ്പമില്ല. ഇനി സ്കെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു പേപ്പറിൽ നിങ്ങൾ മധ്യത്തിലായിട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേരെഴുതുക. പേരെഴുതി കഴിഞ്ഞതിന് ശേഷം ചുറ്റും ഒരു 3 സർക്കിള് വരയ്ക്കുക. 1 2 3 അങ്ങനെ ഒരു 3 സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 3 തവണ അതിനെ മടക്കുക. എങ്ങനെയാണ് മടക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അത് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ വശത്ത് ഒരു ഭാഗത്ത് നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലവ് സിമ്പൽ കൂടിയുണ്ട്. ആ സിമ്പൽ കൂടി വരയ്ക്കണം. അത് ജസ്റ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഡു ഇട്ട് പിന്നെ അതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അതും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു സിമ്പൽ. അപ്പോൾ അതുകൂടി നിങ്ങൾ ആ പേപ്പർ 3 തവണ മടക്കിയതിന് ശേഷം അതിന് പുറം ഭാഗത്തായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മളെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഈ മടക്കിയ പേപ്പർ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന പില്ലോയുടെ കവറിനകത്തേക്ക് പ്ലേസ് ചെയ്യാം, അവിടെ കീപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലറ്റ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വാലറ്റിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എവിടെയാണോ ഇത് വെച്ചിട്ടുള്ളത് അവിടെ നിന്നും ഇതെടുക്കുക, കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു 10 ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ചെയ്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള ആ വ്യക്തിയുടെ മുഖം മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അവരുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം, ഒരു റൊമാൻറ്റിക് ഡിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു മൊമെൻ്റ് എടുത്തിട്ട് അത് മാക്സിമം ഫീലോട് കൂടിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുക, ഒരു 3 മിനിറ്റ്സ് വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ പേപ്പർ നിങ്ങൾ പില്ലോയുടെ കവറിൽ നിന്നാണ് എടുത്തതെങ്കിൽ അവിടെ തന്നെ കീപ്പ് ചെയ്യുക. പേഴ്സിൽ നിന്നാണ് എടുത്തതെങ്കിൽ പേഴ്സിൽ തന്നെ കീപ്പ് ചെയ്യുക. അടുത്ത ദിവസം എന്ത് ചെയ്യണം? ഇപ്പോൾ രാത്രിയിലാണ് ചെയ്യുന്നതെങ്കിൽ 2 സമയമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ പ്രോസസ്സ്, രാത്രിയിലാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ തന്നെ ചെയ്യുക. മോർണിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും മോർണിംഗിൽ തന്നെ ചെയ്യുക. അങ്ങനെ ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് പേഴ്സണുമായിട്ട് ഒരു ലവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ തമ്മിൽ അട്രാക്റ്റഡ് ആവും. അതുപോലെ തന്നെ എക്സ് ബാക്കിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര് എഴുതുന്ന ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്ത് ബന്ധമാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഫ്രണ്ട്ഷിപ്പാണോ അതോ ലവ് റിലേഷൻഷിപ്പാണോ അതോ പാർട്ട്ണറായിട്ട് അട്രാക്റ്റ് ചെയ്യാനാണോ, എന്താണോ നിങ്ങളുടെ ഇൻറ്റൻഷന്, ആ ഇൻറ്റൻഷൻ അതുപോലെ സംഭവിക്കും. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ജസ്റ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾ പരിശീലിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി അതല്ല, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല, നിങ്ങൾക്ക് വേറെ ടെൻഷനോ ഡിപ്രഷനോ സ്ട്രെസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സൈക്കോളജിസ്റ്റിനൊക്കെ മീറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് കൗൺസിലിങ്ങിൻ്റെ. അപ്പോൾ ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു.